നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഒരു കഥ പറയാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരുപാട് കഥകളുമായി ഇനിയും ഞാൻ വരും. സാന്തോ എന്ന ഒരു കുതിരവണ്ടിക്കാരൻ്റെ കഥ. മിയാമി എന്ന പട്ടണത്തിലെ കുതിരവണ്ടിക്കാരനാണ് സാന്തോ. പട്ടണത്തിലെ കച്ചവടക്കാരനാണ് സെയ്ജി. രണ്ടുപേരും ബാല്യകാലം മുതലേ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. മിയാമിയുടെ തെരുവുകളിൽ കളിച്ചു വളർന്നവർ. അതിരാവിലെ മുതലേ സാന്തോ തൻ്റെ കുതിരവണ്ടിയുമായി മിയാമി പട്ടണത്തിലേക്ക് എത്തും. നേരം വൈകും വരെ അദ്ദേഹം അധ്വാനിക്കും. തൻ്റെ കഠിനാധ്വാനത്തെ കൈമുതലാക്കി പരമാവധി പണം സമ്പാദിക്കുക എന്നതാണ് സാന്തോയുടെ ലക്ഷ്യം. കുതിരവണ്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഏറിയ പങ്കും അദ്ദേഹം തൻ്റെ തോൾ സഞ്ചിയിൽ സമാഹരിച്ചു വയ്ക്കും. വളരെ പിശുക്കിയാണ് സാന്തോ ജീവിച്ചിരുന്നത്. ദിവസം 2 നേരം മാത്രമേ സാന്തോ ഭക്ഷണം കഴിക്കാറുള്ളൂ. കുതിരകൾക്കാണെങ്കിൽ 1 നേരം മാത്രം. രാത്രി വൈകി വീട്ടിലേക്ക് പോകുമ്പോൾ 2 മക്കൾക്കും ഭാര്യ ജോയ്ക്കുമായി ഒരു പൊതി വാങ്ങിച്ചുകൊണ്ട് പോകും. 4ഉം 6ഉം വയസ്സുള്ള 2 മക്കളും ജോയും ആ ഒരു പൊതി ഭക്ഷണത്തിലാണ് ഒരു ദിവസം തള്ളി നീക്കേണ്ടത്. സാന്തോ അറിയാതെ മിയാമിയിലെ ചായക്കടകളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുത്ത് ജോ സമ്പാദിക്കുന്ന നാണയത്തുട്ടുകളാണ് എപ്പോഴും അവരുടെ വിശപ്പടക്കിയിരുന്നത്. സാന്തോയുടെ ഈ അറുപിശുക്കൻ സ്വഭാവം അറിയുമായിരുന്ന സെയ്ജി എപ്പോഴും അവനെ ഉപദേശിക്കും. എല്ലാ ദിവസവും രാവിലെ ആൽമരച്ചുവട്ടിലെ ചായക്കടയിൽ സെയ്ജിയും സാന്തോയും കണ്ടുമുട്ടുമ്പോൾ പിശുക്ക് ഒരു ചർച്ചാ വിഷയമാകാറുണ്ടെങ്കിലും സാന്തോ അതൊന്നും വകവെച്ചിരുന്നില്ല. കുതിരവണ്ടി ഓടിക്കുമ്പോൾ പണമടങ്ങിയ ഈ തോൾസഞ്ചി കൊണ്ടു നടക്കുന്നത് അപകടമാണെന്ന് സെയ്ജി പറഞ്ഞിട്ടും സാന്തോ അത് മുഖവിലേക്കെടുത്തില്ല. ഒരു നിധി കാക്കുന്ന ഭൂതത്തെപ്പോലെ സാന്തോ ആ തോൾസഞ്ചിയുമായി തന്നെ യാത്ര ചെയ്തു. മിയാമി പട്ടണത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ഹൽവാഡ നഗരത്തിലേക്ക് കുതിരവണ്ടിക്കാർ അധികം പോകാറില്ല. കാരണം ആ പാത ഒരല്പം ദുർഘടം പിടിച്ചതാണ്, രാത്രിയായാൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഹൽവാഡ നഗരത്തിലേക്കുള്ള യാത്രയിൽ നല്ല പണം കുതിരവണ്ടിക്കാർക്ക് ലഭിക്കുമായിരുന്നു. ഇതറിഞ്ഞ സാന്തോ അതൊരവസരമായി കണക്കാക്കി. രാത്രികാലങ്ങളിൽ ഹൽവാഡ നഗരത്തിലേക്കുള്ള യാത്ര സാന്തോ ഏറ്റെടുത്തു. സാന്തോയുടെ സഞ്ചിയിലെ പണക്കിലുക്കം മണത്തറിഞ്ഞ മിച്ചു എന്നൊരു കവർച്ചക്കാരൻ സാന്തോയെ എല്ലാ ദിവസവും നിരീക്ഷിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മിച്ചു സാന്തോയെ ഹൽവാഡ നഗരത്തിലേക്ക് ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചു. രാത്രിയായതിനാൽ ഏറെ വിലപേശി വലിയൊരു തുകയ്ക്ക് തന്നെ സാന്തോ ആ യാത്രയുറപ്പിച്ചു. ആ കുതിരവണ്ടി യാത്ര പാതി ദൂരം പിന്നിട്ടപ്പോൾ മിച്ചു സാന്തോയുടെ കണ്ണിലേക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന മുളക് പൊടി വിതറി. അദ്ദേഹത്തെ കുതിരവണ്ടിയിൽ നിന്ന് തള്ളി താഴെയിട്ട് മർദ്ദിച്ചു. സാന്തോയുടെ തോൾസഞ്ചിയും കുതിരവണ്ടിയും കൈക്കലാക്കി മിച്ചു അകലേക്ക് കടന്നുപോയി. പണവും കുതിരവണ്ടിയും നഷ്ടപ്പെട്ട സാന്തോ ഒരു രാത്രി മുഴുവൻ ആ വഴിയിൽ കഴിച്ചുകൂട്ടി. പുലർച്ചെ അതുവഴി വന്ന ഒരു കുതിരക്കാരനാണ് സാന്തോയെ സെയ്ജിയുടെ കടയിലെത്തിക്കുന്നത്. തൻ്റെ ജീവിതകാലത്ത് സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് സെയ്ജിയുടെ മുന്നിലെത്തിയ സാന്തോ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നുവരെ എൻ്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ വേണ്ടതൊന്നും കൊടുത്തിട്ടില്ല. എന്തിന്? നിന്നെപ്പോലും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? സാന്തോ പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പ് സെയ്ജി തൻ്റെ ചങ്ങാതിയെ ചേർത്തു പിടിച്ചു. മറ്റൊരു കടയിൽ ഒരു ജോലി വാങ്ങിത്തരാമെന്ന് ഉറപ്പു നൽകി. പരസ്പരാശ്രിത ബന്ധങ്ങളുടെ ഇഴയടുപ്പം മാത്രമാണ് ഈ ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യം. നന്ദി.